Hello everyone, welcome to Computer Science Hub. Today's topic priority interrupt, that polling and daisy chaining. സോ ഇൻറ്ററപ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആൻഡ് അതിൽ തന്നെ പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ് എന്നുള്ള കൺസെപ്റ്റാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്രയോറിറ്റി ഇൻറ്ററപ്റ്റിൽ സോഫ്റ്റ്വെയർ പ്രയോറിറ്റി ഉണ്ട്, ഹാർഡ്വെയർ പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ സോഫ്റ്റ്വെയർ പ്രയോറിറ്റി ആയ പോളിങ്ങും ഹാർഡ്വെയർ പ്രയോറിറ്റിയിൽ രണ്ട് കാറ്റഗറി ഉണ്ട്, സീരിയൽ പ്രയോറിറ്റി ആൻഡ് പാരലൽ പ്രയോറിറ്റി. അപ്പം അതിലെ സീരിയൽ പ്രയോറിറ്റി ആയ ഡെയ്സി ചെയിനിങ്ങും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ്. അപ്പോൾ ഇൻറ്ററപ്റ്റ് എന്താണ്? കമ്പ്യൂട്ടർ അതിൻ്റെ നോർമൽ ഫങ്ഷനിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സർവീസ് വേണമെങ്കിൽ നമുക്കത് ഇൻറ്ററപ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തുണ്ടാവും? കമ്പ്യൂട്ടർ അതിൻ്റെ വർക്ക് അവിടെ നിർത്തി വെച്ച് ആ ഇൻറ്ററപ്റ്റ് സർവീസ് ചെയ്യും, എന്നിട്ടാണ് തിരിച്ചു വരത്തുള്ളൂ, തിരിച്ച് അതിൻ്റെ നോർമൽ ഫങ്ഷനിലോട്ട് പോവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെയാണ്. നോർമൽ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് എന്തെങ്കിലും ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ വേണമെങ്കിൽ അവർ ഇൻറ്ററപ്റ്റ് കൊടുക്കും. അവർ ഇൻറ്ററപ്റ്റ് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ അതിൻ്റെ നോർമൽ ഫങ്ഷനിങ് നിർത്തി വെച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ സർവീസ് ചെയ്ത് അതിനുശേഷം മാത്രം തിരിച്ച് നോർമൽ ഫങ്ഷനിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതാണ് ഇൻറ്ററപ്റ്റിൻ്റെ കൺസെപ്റ്റ്. ഇനി പ്രയോറിറ്റി എപ്പോഴാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ എ ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ എ നമ്പർ ഓഫ് IO ഡിവൈസസ് ആർ അറ്റാച്ച്ഡ് ടു ദ കമ്പ്യൂട്ടർ വിത്ത് ഈച്ച് ഡിവൈസ് ബീയിങ് ഏബിൾ ടു ഒറിജിനേറ്റ് ആൻ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്. ഇപ്പോൾ നമ്മളുടെ ഒരു സാധാരണ ഒരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, ദെൻ മോണിറ്റർ ഉണ്ടാവും, പിന്നെ പ്രിൻ്റർ ഉണ്ടാവാം, അങ്ങനെ കുറേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ ഡിവൈസിനും ഈച്ച് ഡിവൈസ് ഇസ് ഏബിൾ ടു ഒറിജിനേറ്റ് ആൻ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്. ഓരോ ഡിവൈസിനും കമ്പ്യൂട്ടറിന് ആവശ്യം വരുമ്പോൾ ഇൻറ്ററപ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഇൻറ്ററപ്റ്റ്സ് വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രയോറിറ്റി ഇൻറ്ററപ്റ്റിൻ്റെ കൺസെപ്റ്റ്. ഫസ്റ്റ് ടാസ്ക് ഓഫ് ദി ഇൻറ്ററപ്റ്റ് സിസ്റ്റം ഇസ് ടു ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഓഫ് ദി ഇൻറ്ററപ്റ്റ്. അപ്പോൾ ഇൻറ്ററപ്റ്റ് സിസ്റ്റം ആദ്യം ചെയ്യേണ്ടത്, കുറേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടല്ലോ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ ഇതിൽ ആരാണ് ഇൻറ്ററപ്റ്റ് കൊടുത്തതെന്നുള്ളത് ഐഡൻറ്റിഫൈ ദ സോഴ്സ്, ആരാന്ന് കണ്ടുപിടിക്കണം ആദ്യം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ സെവറൽ സോഴ്സസ് മേ ബി റിക്വയർ സർവീസ് സൈമിൾട്ടേനിയസ്ലി. In this case, the system must also decide which device to service first. Okay. അപ്പോൾ ഇൻറ്ററപ്റ്റ് സിസ്റ്റത്തിന് ആദ്യത്തെ കാര്യം എന്താ? ഐഡൻറ്റിഫൈ ദ സോഴ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വിച്ച് ഡിവൈസ് ടു സർവീസ് ഫസ്റ്റ് ഇൻ കേസ് ഓഫ് സൈമിൾട്ടേനിയസ് റിക്വസ്റ്റ്. ഇപ്പോൾ കുറേ സോഴ്സസ് ഒരേ സമയം ഇപ്പോൾ കീബോർഡ് പറഞ്ഞിട്ടുണ്ടാവും, അതുപോലെ ചിലപ്പോൾ ഒരു പ്രിൻ്ററിന് പ്രിൻ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ മോണിറ്ററിൽ ഡിസ്പ്ലേ വരണം, അങ്ങനെ ഓരോന്നിനും ഓരോ ഇൻറ്ററപ്റ്റ് കൊടുത്തു. അങ്ങനെ സെവറൽ ഇൻറ്ററപ്റ്റ്സ് ഒരുമിച്ച് വന്നാൽ ആരെ ആദ്യം സർവീസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം. എ പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ് ഇസ് എ സിസ്റ്റം ദാറ്റ് എസ്റ്റാബ്ലിഷസ് a priority interrupt is a system that establishes a priority over the various sources to determine which condition is to be serviced first when two or more requests arise simultaneously. അപ്പോൾ നമ്മൾ ഓരോ ഇൻറ്ററപ്റ്റിനും ഒരു പ്രയോറിറ്റി അസൈൻ ചെയ്യാണ്, എന്നിട്ട് ആ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഏത് എന്താ പറയുക സർവീസാണ് ആദ്യം, ഏത് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ആണ് ആദ്യം സർവീസ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാൻ. ഇനി ദ സിസ്റ്റം മേ ഓൾസോ ഡിറ്റർമിൻ വിച്ച് കണ്ടീഷൻസ് ആർ പെർമിറ്റഡ് ടു ഇൻറ്ററപ്റ്റ് ദ കമ്പ്യൂട്ടർ വൈൽ അനദർ ഇൻറ്ററപ്റ്റ് ഇസ് ബീയിങ് സർവീസ്ഡ്. അതായത് ഞാനിപ്പോൾ കറൻ്റ്ലി ഒരു ഇൻറ്ററപ്റ്റ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ വേറെ വന്നപ്പോൾ അതിനെടുക്കണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു ലോവർ പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ് ആണ്, പ്രയോറിറ്റി ഏറ്റവും കുറവുള്ള ഒരു ഇൻറ്ററപ്റ്റിനെയാണ് നമ്മൾ ഇപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇരിക്കാം. അതിനിടയിൽ നമുക്ക് അർജൻറ്റായിട്ട് വേറൊരു കാര്യം വന്നു, അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇത് നിർത്തി വെച്ചിട്ട് ആ അർജൻറ്റായിട്ടുള്ള മാറ്റർ സോൾവ് ചെയ്ത് കിട്ടണം. അപ്പോൾ അതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രയോറിറ്റിയുടെ ബേസിസിലാണ്. Devices with high speed transfers such as magnetic disk are given high priority and slow devices such as keyboards receive low priority. മാഗ്നറ്റിക് ഡിസ്ക് പോലെയുള്ള ഹൈ സ്പീഡ് ഡിവൈസസിനാണ് നോർമലി നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കണേ, അതുപോലെ കീബോർഡ് പോലെയുള്ള ഡിവൈസിനൊക്കെ ലോ പ്രയോറിറ്റിയും കൊടുക്കും. അപ്പോൾ അതിൻ്റെ റിക്വസ്റ്റൊക്കെ അവസാനം എടുക്കുള്ളൂ. ഇനി വെൻ ടു ഡിവൈസസ് ഇൻറ്ററപ്റ്റ് ദ കമ്പ്യൂട്ടർ അറ്റ് ദ സെയിം ടൈം, അപ്പോൾ എന്തുണ്ടാവുന്നത്? ഒരേ സമയത്ത് മോർ ദാൻ വൺ ഇൻറ്ററപ്റ്റ്സ് കമ്പ്യൂട്ടറിൽ വന്നു. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ പ്രയോറിറ്റി ഇൻറ്ററപ്റ്റിനെ ആദ്യം നമ്മൾ സർവീസ് ചെയ്യും. ദ കമ്പ്യൂട്ടർ സർവീസസ് ദ ഡിവൈസ് വിത്ത് ദ ഹയർ പ്രയോറിറ്റി ഫസ്റ്റ്.
So this is the concept of priority interrupt. And what is priority interrupt എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് നോക്കണം. A priority interrupt is a system that establishes a priority over the various sources to determine which condition is to be serviced first when two or more requests arise simultaneously. എളുപ്പം തന്നെയാണ്. അപ്പോൾ ഇനി അതിൻ്റെ കാറ്റഗറീസ് നോക്കാം. പ്രയോറിറ്റി ഇൻട്രപ്റ്റ്സ് 2 മെത്തേഡ് ഉണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, സോഫ്റ്റ്വെയർ മെത്തേഡും ഉണ്ട്, ഹാർഡ്വെയർ മെത്തേഡും ഉണ്ട്. സോഫ്റ്റ്വെയറിലാണെങ്കിൽ ആ മെത്തേഡിൻ്റെ പേര് പോളിംഗ് എന്നാണ്. ഹാർഡ്വെയറിലാണെങ്കിൽ 2 എണ്ണം ഉണ്ട്, സീരിയൽ ആൻഡ് പാരലൽ. സീരിയൽ എന്ന് പറയുന്ന വേറൊരു പേരാണ് ഡെയ്സി ചെയിനിങ്. നെക്സ്റ്റ് പാരലൽ പ്രയോറിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം സോഫ്റ്റ്വെയർ മെത്തേഡ് നോക്കാം. സോഫ്റ്റ്വെയർ മെത്തേഡിൽ എന്താണ്? മറ്റേത് ഹാർഡ്വെയർ മെത്തേഡാണ്. അപ്പോൾ ഹാർഡ്വെയർ മീൻസ് ആണ്. ഇവിടെയാണെങ്കിൽ ത്രൂ പ്രോഗ്രാം ആയിരിക്കും. സോഫ്റ്റ്വെയർ മീൻസിലാണ് പ്രയോറിറ്റി അറേഞ്ച് ചെയ്യുന്നത്. ഹിയർ എ പോളിംഗ് പ്രൊസീജിയർ ഇസ് യൂസ് ടു ഐഡൻറ്റിഫൈ ദ ഹയസ്റ്റ് പ്രയോറിറ്റി സോഴ്സ് ബൈ സോഫ്റ്റ്വെയർ മീൻസ്. പോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേർഡ് മീനിങ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചെക്കിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് എ ഡിവൈസ് ഓഫൻ റിപ്പീറ്റഡ്ലി. നോർമലി റിപ്പീറ്റഡ്ലി ചെക്കിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് എ ഡിവൈസിനെയാണ് പോളിംഗ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ സോഫ്റ്റ്വെയർ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് പോളിംഗ് പ്രൊസീജിയറാണ് ഹയസ്റ്റ് പ്രയോറിറ്റി സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ ദിസ് മെത്തേഡ് ദർ ഇസ് വൺ കോമൺ ബ്രാഞ്ച് അഡ്രസ് ഫോർ ഓൾ ഇൻട്രപ്റ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കുറേ ഡിവൈസസ് ഉണ്ട്. ഏത് ഡിവൈസ് ആണെങ്കിലും ഒരു ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ. ആൻഡ് അതിൻ്റെ ലൊക്കേഷൻ സെയിം ആയിരിക്കും. കോമൺ ബ്രാഞ്ച് അഡ്രസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0 ആണ്. 0-ലാണ് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഡിവൈസിന് ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ ബ്രാഞ്ച് ചെയ്യുക 0-ലോട്ടായിരിക്കും. സോ ദസ് branch address is common. In this method, there is one common branch address for all interrupts. The interrupt handling program begins at the branch address and polls the interrupt sources in sequence. അപ്പോൾ ഈ ബ്രാഞ്ച് അഡ്രസ്സിൽ നിന്നാണ് തുടങ്ങുക. എന്നിട്ട് എല്ലാ ഇൻട്രപ്റ്റ് സോഴ്സിനെയും ഇൻ സീക്വൻസ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യുക ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളതായിരിക്കും, പിന്നെ അതിലും കുറവ്, അങ്ങനെ അങ്ങനെ. The order in which they are tested determines the priority of each interrupt. അപ്പോൾ അവർ ഏത് ഓർഡറിലാണ് ടെസ്റ്റ് ചെയ്യണതെന്ന് പറയുന്നത് പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ആദ്യം ഹാർഡ് ഡിസ്കിൽ നോക്കും, അത് കഴിഞ്ഞാൽ ഇപ്പോൾ മോണിറ്ററിൽ നോക്കി, അങ്ങനെ ലാസ്റ്റ് നമ്മൾ വേണമെങ്കിൽ പ്രിൻ്ററിൽ നോക്കി, അത് കഴിഞ്ഞിട്ട് കീബോർഡിൽ നോക്കി, അങ്ങനെ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഓർഡർ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് വരിക. ഓരോ ഇൻട്രപ്റ്റ് സോഴ്സും പോൾ ചെയ്തുകൊണ്ടിരിക്കും. ദ ഹയസ്റ്റ് പ്രയോറിറ്റി സോഴ്സ് ഇസ് ടെസ്റ്റഡ് ഫസ്റ്റ്. ആൻഡ് ഇനിയിപ്പോൾ ആദ്യത്തെ പ്രയോറിറ്റിയുള്ള സോഴ്സ് ആദ്യം നോക്കി, അതിൻ്റെ ഇൻട്രപ്റ്റ് സിഗ്നൽ ഓൺ ആണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനിലേക്ക് ബ്രാഞ്ച് ചെയ്തു. കൺട്രോൾ ബ്രാഞ്ചസ് ടു എ സർവീസ് റൂട്ടീൻ ഫോർ ദിസ് സോഴ്സ്. ഇപ്പോൾ അതിൻ്റെ അല്ലാന്നുണ്ടെങ്കിലോ അടുത്തത് നെക്സ്റ്റ് ലെവൽ പ്രയോറിറ്റി സോഴ്സസ് ടെസ്റ്റഡ് ആൻഡ് സോ ഓൺ. ഈ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എത്ര ഡിവൈസസ് ഉണ്ടോ അത്രയും ഡിവൈസസിനെ ഇൻ സീക്വൻസ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സോഫ്റ്റ്വെയർ മെത്തേഡായ പോളിങ്ങിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കുറേ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് അങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് കുറേ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെ പോൾ ചെയ്യാനുള്ള ടൈം തന്നെ ഒരു ഇൻട്രപ്റ്റിനെ ഫുള്ളായിട്ട് അങ്ങ് സർവീസ് ചെയ്യാനുള്ള ടൈമിനേക്കാളും കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരും. If there are many interrupt sources, the time required to poll them can exceed the time available to service the IO device. മനസ്സിലായോ? അപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. നമുക്ക് ചിലപ്പോൾ ഒരു 10 ഇൻപുട്ട് ഔട്ട്പുട്ട് IO ഡിവൈസസ് ഉണ്ടെന്ന് വിചാരിച്ചു. 10 ഡിവൈസസിന് ഇൻട്രപ്റ്റ് കൊടുക്കാൻ പറ്റും. ആൻഡ് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പം നമുക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ആയ 10ാമത്തെ ഡിവൈസാണ് ഇൻട്രപ്റ്റ് കൊടുത്തുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 1-ൽ വരും, 1-ൽ പോൾ ചെയ്യും. അപ്പോൾ 1-ൽ ഇല്ലയെന്ന് കാണും. അപ്പോൾ 2 പോൾ ചെയ്യും, അതിലില്ലെങ്കിൽ 3 പോൾ ചെയ്യും. അങ്ങനെയാണ് 10ലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ആ പ്രോബ്ലം. എപ്പോഴും ഓരോ ഡിവൈസസിനെയും പോൾ ചെയ്യാനുള്ള ടൈം ഭയങ്കര കൂടുതലായിരിക്കും. ചിലപ്പോൾ ഈ ടൈം കൊണ്ട് നമുക്ക് ഒരു മൊത്തം ഇൻട്രപ്റ്റിനെ അങ്ങ് സർവീസ് ചെയ്ത് ആ ടാസ്ക് മുഴുവൻ കംപ്ലീറ്റ് ആക്കാനുള്ള ടൈം ചിലപ്പോൾ ഇതുപോലെ പോൾ ചെയ്ത് പോകും. അതാണ് സോഫ്റ്റ്വെയർ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. ഹാർഡ്വെയർ പ്രയോറിറ്റി ഇൻട്രപ്റ്റ്. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുമ്പം ഇറ്റ് ആക്സെപ്റ്റ്സ് എ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഫ്രം മെനി സോഴ്സസ്. കുറേ സോഴ്സിൽ നിന്നുള്ള ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് എടുത്തു, എന്നിട്ട് ഡിറ്റർമിൻസ് വിച്ച് ഓഫ് ദ ഇൻകമിംഗ് റിക്വസ്റ്റ് ഹാസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ആൻഡ് ഇഷ്യൂസ് ആൻ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ടു ദ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺ ദിസ് ഡിറ്റർമിനേഷൻ. അപ്പോൾ കുറേ സോഴ്സിൽ നിന്നുള്ള ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് എടുത്തു, എന്നിട്ട് ഏത് റിക്വസ്റ്റ് ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി സോഴ്സ് എന്ന് വന്നിട്ടില്ലെന്ന് ഡിറ്റർമിൻ ചെയ്തു.
എന്നിട്ട് അതനുസരിച്ച് കമ്പ്യൂട്ടറിന് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് കൊടുത്തു. ഇതാണ് മെത്തേഡ്. അപ്പോൾ ഇതിലൊരു ദർസ് എ ഹാർഡ്വെയർ മെക്കാനിസം. അപ്പോൾ ഈ ഹാർഡ്വെയർ മെക്കാനിസം ആണ് എല്ലാവരുടെ റിക്വസ്റ്റ് ആദ്യം മേടിക്കുന്നത്. എന്നിട്ട് ആ റിക്വസ്റ്റ് നോക്കി അത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഡിവൈസിൻ്റെ ഇൻറ്ററപ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കും. To speed up the operation, each interrupt source has its own interrupt vector to access its own service routine directly. നമ്മൾ ഇൻട്രപ്റ്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഫിക്സഡ് ബ്രാഞ്ച് അഡ്രസ്സും അതുപോലെ വെക്റ്റർ അഡ്രസ്സും. വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്താണെന്നൊക്കെയും. അപ്പം നോർമൽ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇൻട്രപ്റ്റ് വന്നാലും ബ്രാഞ്ച് ചെയ്യുന്നത് ഒരു കോമൺ ലൊക്കേഷൻ ആയിരിക്കും. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഗ്ലോബൽ ഒരു നമ്മൾ ഇതാണ് കാണിച്ചു തരാം. ഇവിടെ പറയുന്നുണ്ടല്ലോ, വൺ കോമൺ ബ്രാഞ്ച് അഡ്രസ് ഫോർ ഓൾ ഇൻപുട്സ്. എല്ലാവർക്കും വേണ്ടിയിട്ട് കോമൺ ബ്രാഞ്ച് അഡ്രസ്സ് ആണുള്ളത്. ആൻഡ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, വെക്റ്റേർഡ് അഡ്രസ്സ് ആണ്. അതായത് ഏത് ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ, ഏത് ഇൻറ്ററപ്റ്റ് ഡിവൈസ് ആണോ ഈ ഇൻറ്ററപ്റ്റ് കൊടുക്കുന്നത്, അവർ തന്നെ അത് ബ്രാഞ്ച് ചെയ്യേണ്ട അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ കീബോർഡ് ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കീബോർഡ് ഇതിൻ്റെ സർവീസ് റൂട്ടീൻ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ബ്രാഞ്ച് അഡ്രസ്സ് കൊടുക്കും. ആൻഡ് ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ അവർ വേറെ അഡ്രസ്സ് കൊടുക്കും. അങ്ങനെ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻറ്ററപ്റ്റ് വെക്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഓപ്പറേഷൻ സ്പീഡപ്പ് ചെയ്യും കേട്ടോ. To speed up the operation, each interrupt source has its own interrupt vector to access its own service routine directly. The hardware priority function can be established by either a serial or parallel connection of interrupt lines. പറഞ്ഞല്ലോ, ഈ ഹാർഡ്വെയർ മെക്കാനിസത്തിൽ സീരിയൽ ആവാം, പാരലൽ ആവാം. ആൻഡ് സീരിയൽ കണക്ഷനെ നമ്മൾ ഡെയ്സി ചെയിനിങ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡെയ്സി ചെയിനിങ് മെത്തേഡ് എന്താണെന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ ഇതൊരു ഹാർഡ്വെയർ പ്രയോറിറ്റി മെത്തേഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അതിൽ തന്നെ സീരിയൽ പ്രയോറിറ്റി മെത്തേഡാണ്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരിയൽ കണക്ഷൻ ഓഫ് ഡിവൈസസ് ദാറ്റ് റിക്വസ്റ്റ് ആൻ ഇൻറ്ററപ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ CPU ആൻഡ് ദീസ് ആർ ദ ഡിവൈസസ്. ഇത് ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇവരൊക്കെയാണ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവരെ നമ്മൾ സീരിയലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഓരോ ഡിവൈസിനെയും. ഈ കണക്ഷനിൽ തന്നെ പ്രത്യേകതയുണ്ട്. അതായത് പ്രയോറിറ്റി കൂടിയത്, ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളതായിരിക്കും ഫസ്റ്റ് പൊസിഷനിൽ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഡിസ്ക് ഒക്കെ ആണല്ലോ ഹയസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞത്. അപ്പോൾ അവരാണ് ഫസ്റ്റ് പൊസിഷനിൽ. അങ്ങനെ പ്രയോറിറ്റി കുറയുന്നതിനനുസരിച്ച് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കീബോർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ലാസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, ലോവസ്റ്റ് പ്രയോറിറ്റി ഡിവൈസ്. അപ്പോൾ ദ ഡിവൈസ് വിത്ത് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ ഫോളോവഡ് ബൈ ലോവസ്റ്റ് പ്രയോറിറ്റി ഡിവൈസസ് അപ് ടു ദ ഡിവൈസ് വിത്ത് ലോവസ്റ്റ് പ്രയോറിറ്റി വിച്ച് ഈസ് പ്ലേസ്ഡ് ലാസ്റ്റ് ഇൻ ദ ചെയിൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് കാണുന്നത് നോക്കാം. ഇത് CPU ആണ്. CPU രണ്ട് സിഗ്നൽ ശരിക്കും പറയാനുണ്ട്, ഇൻറ്ററപ്റ്റ് സിഗ്നലും ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നലും. അതുപോലെ ഓരോ ഡിവൈസിനും PIE PO ഉണ്ട്. അതായത് പ്രയോറിറ്റി ഇൻപുട്ട്, പ്രയോറിറ്റി ഔട്ട്പുട്ടാണ്. ആൻഡ് പിന്നെ ഉള്ളത് VAD എന്ന് എഴുതിയിട്ടുള്ളത് വെക്റ്റർ അഡ്രസ്സാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഫിക്സഡ് അഡ്രസ്സ് അല്ല, ഏത് ഡിവൈസ് ആണോ ഇൻറ്ററപ്റ്റ് കൊടുക്കുന്നത് ആ ഡിവൈസ് തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള അഡ്രസ്സും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഓരോ ഡിവൈസിനും അതിൻ്റേതായ വെക്റ്റർ അഡ്രസ്സ് ഉണ്ടായിരിക്കും. നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. സോ ആ ഫിഗർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആൻഡ് നമ്മളുടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ ഡിവൈസ് 2 ആണ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ സെക്കൻഡ് ഡിവൈസിനാണ് ഇൻറ്ററപ്റ്റ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ഡിവൈസിനല്ല, സെക്കൻഡ് ഡിവൈസിനാണ് ഇൻറ്ററപ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ വരാൻ നോക്കാം. അപ്പോൾ ആദ്യം എന്താ കഴിഞ്ഞാലും the interrupt request line is common to all devices and forms a wired logic connection. ഇപ്പോൾ കാണില്ലേ, ഇതാണ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ. ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ എല്ലാ ഡിവൈസിനും കോമൺ ആണ്. ആൻഡ് ഇത് നെഗറ്റീവ് ലോജിക് ആണ്. നെഗറ്റീവ് ലോജിക് എന്ന് പറയുമ്പോൾ എന്താ, അതായത് 0 വന്നാലാണ് ഓൺ സ്റ്റേറ്റ് വരിക, 1 വന്നാൽ ഓഫാണ്. അപ്പോൾ ലോ സ്റ്റേറ്റ് ആണ് ആക്റ്റീവ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കുക നെഗറ്റീവ് ലോജിക്കിൽ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ കോമൺ ആണ്, അതൊരു വയർഡ് ലോജിക് കണക്ഷൻ ഫോം ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ഇൻപുട്ടിന് ഞാനത് വായിക്കാം ആദ്യം. ഇഫ് എനി ഡിവൈസ് ഹാസ് ഇറ്റ്സ് ഇൻറ്ററപ്റ്റ് സിഗ്നൽ ഇൻ ദ ലോ ലെവൽ സ്റ്റേറ്റ്, ദ ഇൻറ്ററപ്റ്റ് ലൈൻ ഗോസ് ടു ദ ലോ ലെവൽ സ്റ്റേറ്റ് ആൻഡ് എനേബിൾസ് ദ ഇൻറ്ററപ്റ്റ് ഇൻപുട്ട് ഇൻ ദ CPU. അതായത് ഇതിൽ ഏതെങ്കിലും ഡിവൈസിന് അവരുടെ ഇൻറ്ററപ്റ്റ് ലൈൻ ലോ ലെവൽ സ്റ്റേറ്റിലാണെങ്കിൽ, ഇൻറ്ററപ്റ്റ് സിഗ്നൽ ലോ ലെവൽ സ്റ്റേറ്റിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ ലോ ലെവൽ സ്റ്റേറ്റിലേക്ക് പോകും. അതായത് ഏതെങ്കിലും ഡിവൈസിന് ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ ഓൺ ആവും. അത് ഓൺ ആവുമ്പോൾ ഈ ഇൻറ്ററപ്റ്റ് സിഗ്നലും ഓൺ ആവും. ഓക്കെ, ഇത് എനേബിൾ ചെയ്യും.
ഇനിയിപ്പോൾ ആർക്കും ഇല്ലയെന്ന് വെച്ചാൽ വെൻ നോ ഇൻട്രപ്റ്റ്സ് ആർ പെൻഡിങ് ദ ഇൻട്രപ്റ്റ് ലൈൻ സ്റ്റേസ് ഇൻ ദ ഹൈ ലെവൽ സ്റ്റേറ്റ് ആൻഡ് നോ ഇൻട്രപ്റ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ CPU. പെൻഡിങ് ഇൻട്രപ്റ്റ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രപ്റ്റ് ലൈന് ഹൈ ലെവൽ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ആൻഡ് അതുകൊണ്ട് തന്നെ CPU ഇൻട്രപ്റ്റ്സ് ഒന്നും കിട്ടുകയില്ല, റെക്കഗ്നൈസ് ചെയ്യുകയില്ല. ഓക്കെ, കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഏത് ഡിവൈസിനാണോ ഇൻട്രപ്റ്റ് ഉള്ളത്, ആ ഏതെങ്കിലും ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈനും ലോ ലെവൽ സ്റ്റേറ്റിലോട്ട് പോകും. ഇനി അടുത്തത് ദ CPU റെസ്പോൺസ് ടു ആൻ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ബൈ എനേബിളിംഗ് ദ ഇൻട്രപ്റ്റ് അക്നോളജ് ലൈൻ. അപ്പോൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് കിട്ടുമല്ലോ, ദെൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് ഇൻട്രപ്റ്റ് അക്നോളജ് ലൈൻ കൊടുത്തിട്ടാണ്. ദ CPU റെസ്പോൺസ് ടു ആൻ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ബൈ എനേബിളിംഗ് ദ ഇൻറ്ററപ്റ്റ് അക്നോളജ് ലൈൻ. ഇനി ഇൻറ്ററപ്റ്റ് അക്നോളജ് ലൈൻ ആദ്യം ചൊല്ലണത് ദിസ് സിഗ്നൽ ഇസ് റിസീവ്ഡ് ബൈ ദ ഡിവൈസ് 1 അറ്റ് ഇറ്റ്സ് PI ഇൻപുട്ട്. അപ്പോൾ ഇവിടെ ഏത് ഡിവൈസിന് ഇൻട്രപ്റ്റ് ഉണ്ടെച്ചാലും അവരുടെ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് CPU കിട്ടിക്കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് കൊടുക്കും. ആ ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നത് ഡിവൈസ് 1ലേക്ക് ആയിരിക്കും. ഓക്കെ, ഡിവൈസ് 1ൻ്റെ PI പ്രയോറിറ്റി ഇൻപുട്ട് ഓപ്ഷനിലേക്ക് ആയിരിക്കും ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് കൊടുക്കുക. ആൻഡ് അവിടെ the acknowledge signal passes on to the next device through the PO output only if device 1 is not requesting an interrupt. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ ഡിവൈസ് 1ഉം ഡിവൈസ് 2ഉം ഒരേ സമയം ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ആരെങ്കിലും ഒരാൾക്ക് ഇൻട്രപ്റ്റ് ഉണ്ടായാൽ മതി, ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ ഓൺ ആവും അല്ലേ. ഇപ്പോൾ 2 പേർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ ഓൺ ആയി. അങ്ങനെ CPU കിട്ടി. സോ CPU ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് കൊടുത്തു. ഈ അക്നോളജ്മെൻറ്റ് ആദ്യം എത്തുക ഡിവൈസ് 1ലോട്ടാണ്, ഡിവൈസ് 1ൻ്റെ PI ഇൻപുട്ടിലോട്ടാണ്. ആൻഡ് ഡിവൈസ് 1ന് ഇപ്പം ഇതുണ്ട് അല്ലേ, ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഡിവൈസ് 1നായിരിക്കും, ഡിവൈസ് 1 അവരുടെ വെക്ടർ അഡ്രസ്സ് പ്രൊസസ്സർ ഡാറ്റാബേസിലോട്ട് കൊടുക്കും. ആൻഡ് ഇങ്ങോട്ട് പാസ് ചെയ്യുക, POയിലോട്ട് അവർ പാസ് ചെയ്യുക 0 ആണ് പാസ് ചെയ്യുക. സോ ഡിവൈസ് 2ന് ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ബ്ലോക്കാണ്. ഡിവൈസ് 1ൻ്റെ കഴിഞ്ഞിട്ട് മാത്രം ഡിവൈസ് 2ലേക്ക് എത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ ഡിവൈസ് 1ന് ഒന്നുമില്ല, നമ്മളുടെ എക്സാമ്പിളിൽ ഡിവൈസ് 2നാണ് ഇൻട്രപ്റ്റ് ഉള്ളത്. സോ ഡിവൈസ് 1ന് ഒന്നുമില്ല. ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് ഡിവൈസ് 1ന് വന്നു, അപ്പോൾ തന്നെ അയാൾ അത് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും, അടുത്തതിന് പാസ് ചെയ്ത് കൊടുക്കും. PO ഔട്ട്പുട്ടുകൾ ഇങ്ങോട്ട് പാസ് ചെയ്തു. ഡിവൈസ് 2ന് ഇപ്പോൾ ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് കിട്ടി. ഇപ്പോൾ ഡിവൈസ് 2ന് ഇൻപുട്ട് ഉണ്ടല്ലോ, ഇൻട്രപ്റ്റ് ഉണ്ട്. സോ ഡിവൈസ് 2 എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെക്ടർ അഡ്രസ്സ് ഡാറ്റാബേസിലേക്ക് വിടും. ആൻഡ് ബാക്കിയുള്ളവരെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 0 പറഞ്ഞു വിടും. അപ്പോൾ ഇനി ഡിവൈസ് 3യുടെ ഇൻപുട്ടിലേക്ക് PIയിലേക്ക് 0 ആണ് കിട്ടിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ POയിൽ കൂടെ 0 തന്നെയാണ് പോവുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ഡിവൈസും ബ്ലോക്ക് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇഫ് ഡിവൈസ് 1 ഹാസ് എ പെൻഡിങ് ഇൻട്രപ്റ്റ് ഇറ്റ് ബ്ലോക്സ് ദ അക്നോളജ് സിഗ്നൽ ഫ്രം ദ നെക്സ്റ്റ് ഡിവൈസ് ബൈ പ്ലേസിങ് എ 0 ഇൻ ദ PO ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ 0 കൊടുക്കും. It then proceeds to insert its own interrupt vector address into the database for the CPU to use during the interrupt cycle. അപ്പോൾ ഇൻട്രപ്റ്റ് സൈക്കിളിൽ ബ്രാഞ്ച് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വെക്ടർ അഡ്രസ്സ് അതിൽ കൊടുക്കും. A device with a 0 in its PI input generates a 0 in its PO output to inform the next lower priority device that acknowledge signal has been blocked. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് ഇവർ ഇങ്ങോട്ട് 0 ആണ് കൊടുക്കുന്നത് അല്ലേ. PIയിൽ 0 കിട്ടിയ ആൾക്കാർ POയിലേക്കും 0 തന്നെ പാസ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ബ്ലോക്ക് ആവും. A device that is requesting an interrupt and has a 1 in its PI input will intercept the acknowledge signal by placing a 0 in its PO output. If the device does not have pending interrupts, it transmits the acknowledge signal to the next device. അപ്പോൾ എല്ലാ കണ്ടീഷൻസും ഇവിടെ പറഞ്ഞു. ആർക്ക് റിക്വസ്റ്റ് കൊടുക്കണമെങ്കിലും ആർക്ക് ഇൻട്രപ്റ്റ് വേണമെങ്കിലും സിഗ്നൽ ഓൺ ആയി, പക്ഷേ അക്നോളജ്മെൻറ്റ് പോവുക ഫസ്റ്റ് ഡിവൈസിലേക്കാണ്. ഫസ്റ്റ് ഡിവൈസിന് ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിൽ അവർ അവരുടെ വെക്ടർ അഡ്രസ്സ് കൊടുക്കും. എന്നിട്ട് ബാക്കി എല്ലാവർക്കും 0 പാസ് ചെയ്ത് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ അവർ അഡ്രസ്സ് ഇങ്ങോട്ട് പാസ് ചെയ്യും. അങ്ങനെ ആർക്കാണോ ആവശ്യം അയാൾ ആക്സസ് ചെയ്യും. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താ, ഹയർ പ്രയോറിറ്റി ഉള്ളവർക്കാണ് ആദ്യം കിട്ടുക. അവരുടെ കഴിഞ്ഞിട്ട് മാത്രമാണ് ലോവർ പ്രയോറിറ്റിക്ക് കിട്ടുള്ളൂ. അപ്പം ഇത്രയാണ് ഡെയ്സി ചെയിനിങ് മെത്തേഡ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് പ്രയോറിറ്റി ഇൻട്രപ്റ്റ്.
അപ്പോൾ നമുക്ക് കുറേ ഇൻറ്ററപ്റ്റ് ഡിവൈസസ് ഉണ്ടായിരിക്കും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടായിരിക്കും സി പി യുവിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരേ സമയം കുറേ ഇൻറ്ററപ്റ്റ് വരാം. അപ്പോൾ ആദ്യം സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം, ദെൻ ഒരേ സമയം വന്നാൽ ആരാ ആദ്യം ആക്സസ് ചെയ്യണം, ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അടുത്തത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനത്തെ എല്ലാത്തിനുള്ള സൊല്യൂഷനാണ് ഉള്ളൊരു മെത്തേഡാണ് പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ്. ഇവിടെ നമ്മൾ ഓരോ ഡിവൈസിനും പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നു. ഹയർ പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡീൽ ചെയ്ത് കൊടുക്കണം. ലോവർ പ്രയോറിറ്റി സാവധാനം ചെയ്താൽ മതി. ഇതാണ് കൺസെപ്റ്റ്. 2 തരം സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും. സോഫ്റ്റ്വെയറിൽ പോളിംഗ്, ഹാർഡ്വെയറിലെ ഡേസി ചെയിനിങ്ങും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയാണുള്ളത്. ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്.